സമൂഹമാധ്യമങ്ങളിലെ അശ്ലീല പോസ്റ്റിനെതിരെ വടകരയിലെ LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായ കെ ശൈലജ നൽകിയ പരാതിയിൽ കേസെടുത്തു. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി KM മിൻഹാജിനെ പ്രതിയാക്കിയാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്തത്. 10 ദിവസം മുമ്പാണ് അശ്ലീല പോസ്റ്റിനെതിരെ ശൈലജ പരാതി നൽകിയത്. ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് മാനമികഴ്ത്തി കാണിച്ചുവെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്കെതിരെ കലാപാഹ്വാനം നടത്തിയതിനുള്ള വകുപ്പുകളും ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചരണത്തിൽ ന്യൂമാഹി സ്വദേശിയും ലീഗ് പ്രവർത്തകനുമായ അസ്ലമിനെതിരെ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. മങ്ങാട് സ്നേഹതീരം എന്ന വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലാണ് വ്യാജ പ്രചരണം നടത്തിയത്. ശബ്ദ സന്ദേശം അസ്ലമിൻ്റേതാണെന്ന് ബോധ്യപ്പെട്ടെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു. വിവരങ്ങൾ സൈബർ പോലീസിന് കൈമാറി. തന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്യുന്നുവെന്നും ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ച് കെ ശൈലജ പരാതി നൽകിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു എന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ കെ ശൈലജ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രി, DGP, ജില്ലാ കളക്ടർ എന്നിവർക്കാണ് ശൈലജ കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. ഷാഫിയുടെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഫോട്ടോ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും വ്യാജ പ്രചരണം നടത്തുന്നു. തേജോവധം നടത്താനുള്ള പ്രചരണമാണ് UDFൻ്റേത്. പോലീസിൽ പരാതി നൽകിയിട്ടും സത്വര നടപടി ഉണ്ടായില്ല എന്നും ശൈലജ പറഞ്ഞിരുന്നു. ജനങ്ങളുടെ അംഗീകാരത്തിൽ വിരളി പൂണ്ട UDF സ്ഥാനാർത്ഥി വളഞ്ഞ വഴിയിൽ ആക്രമിക്കുന്നു. സമൂഹമാധ്യമ പേജിലൂടെ മോശം ചിത്രങ്ങളും വീഡിയോയും പ്രചരിപ്പിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ലെറ്റർ പാഡ് കൃത്രിമമായി ഉണ്ടാക്കിയ ടീച്ചറമ്മയല്ല, ബോംബമ്മ എന്ന് വിളിക്കണം എന്ന് എഴുതി പ്രചരിപ്പിച്ചു. ഓൺലൈൻ മാധ്യമങ്ങളുടെ പേരിലും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പ്രചരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള പ്രചരണത്തിനെതിരെ സത്വര നടപടി ഉണ്ടാകണം. പരാതിയിൽ ശൈലജ ടീച്ചർ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന അധിക്ഷേപം നിറഞ്ഞതും അപകീർത്തികരവുമായ ആക്രമണത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ വൈകാരികമായായിരുന്നു ശൈലജ പ്രതികരിച്ചത്. ഇതിന് പിന്നാലെ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകുകയും ചെയ്തിരുന്നു. സംഭവം ഷാഫി പറമ്പിലും UDFും നിഷേധിക്കുമ്പോഴും സൈബർ ആക്രമണം സജീവമായി ചർച്ചാ വിഷയമാക്കുകയാണ് LDF. കഴിഞ്ഞ ദിവസം സൈബർ ആക്രമണത്തിനെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും നടന്നിരുന്നു. കെ ശൈലജയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം UDF നേതൃത്വമോ വടകരയിലെ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. കെ ശൈലജയ്ക്കെതിരെ നവമാധ്യമങ്ങളിൽ വ്യാപകമായി അശ്ലീലം പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഗോവിന്ദൻ. എന്റെ വടകര KL18 എന്ന പേജിലാണ് ഏറ്റവും കൂടുതൽ അശ്ലീലം പ്രചരിപ്പിച്ചത്. സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത്. നേതൃത്വം ഒപ്പമുണ്ടെന്ന ബലത്തിലാണിത്. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വരികയും ശൈലജയുടെ വിജയം ഉറപ്പാക്കുകയും ചെയ്തതോടെയാണ് ഇത്തരം പ്രവർത്തികൾ. അശ്ലീലം പ്രചരിപ്പിച്ച സൈബർ ആക്രമണം നടത്താനുള്ള UDF ശ്രമം കേരളത്തിൽ വില പോകില്ല. അശ്ലീല പ്രചരണത്തിന് പിന്നിൽ ചില മാധ്യമങ്ങളുടെ ബോധപൂർവമായ ഇടപെടലുണ്ട്. UDF സ്ഥാനാർത്ഥി സൈബർ ആക്രമണത്തിനായി പ്രത്യേക സംഘത്തെ വടകരയിൽ ഇറക്കിയിട്ടുണ്ടെന്നും കേരളത്തിൽ LDF ഏറ്റവും ആദ്യം ജയിക്കുന്ന മണ്ഡലം വടകരയായിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.